തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികൾ ജീപ്പ് പിടിച്ച് മരിച്ച കേസിലെ മുഖ്യപ്രതി വിഷ്ണു പിടിയിൽ. ഒളിവിലായിരുന്ന പ്രതിയെ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ അപകട സമയത്ത് മദ്യപിച്ചിരുന്നതായി വിഷ്ണു സമ്മതിച്ചെങ്കിലും വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെക്കുറിച്ചുള്ള ദുരൂഹത നീങ്ങിയിട്ടില്ല. ഈ മാസം 4-നാണ് കിളിമാനൂർ പാപ്പാലയിൽ വെച്ച് വിഷ്ണു ഓടിച്ച ഥാർ ജീപ്പ് പിടിച്ച് രജിത് അംബിക ദമ്പതികൾ മരിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് വാഹന ഉടമയായ വിഷ്ണുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും ഇയാളെ വിട്ടയച്ചു. പിന്നാലെ ഒളിവിൽ പോയ വള്ളക്കടവ് സ്വദേശി വിഷ്ണുവിനെ ഏറെ ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പിടികൂടിയത്. കേരള തമിഴ്നാട് അതിർത്തിയായ നെയ്യാറ്റിൻകര പാറശാല മേഖലയിലെ ഒളിത്താവളം മാറാൻ ശ്രമിക്കുന്നതിനിടെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ സ്ക്വാഡാണ് വിഷ്ണുവിനെ പിടികൂടിയത്. സംഭവ സമയത്ത് മദ്യപിച്ചിരുന്നതായും ടോളുകൾ വെട്ടിക്കാൻ സുഹൃത്തുക്കളായ പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ID കാർഡുകൾ കൈവശം വെച്ചിരുന്നതായും വിഷ്ണു മൊഴി നൽകി. എന്നാൽ വാഹനത്തിൽ വിഷ്ണുവിനോടൊപ്പം മറ്റാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. മണിക്കൂറുകൾ ചോദ്യം ചെയ്തുവെങ്കിലും ഇക്കാര്യത്തിൽ മാത്രം വിഷ്ണു മൗനം തുടരുകയാണ്. അതേസമയം ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമം ഉണ്ടെന്നുള്ള ആക്ഷേപം ഈ കേസിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അപകടത്തിന് ശേഷം പ്രതിയെ വിട്ടയച്ചതും FIR രജിസ്റ്റർ ചെയ്യാനെടുത്ത കാലതാമസവും മൂലം 3 പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം സസ്പെൻഡും ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.